ഹലോ, എല്ലാവരും അടിപൊളിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു ഓൾഡ് മിനി നോട്ട്ബുക്കാണ് ഇന്നത്തെ വീഡിയോ. അത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പേപ്പേഴ്സാണ്. നിങ്ങൾക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഞാനൊരു 8x4 എന്ന സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി വലിയ സൈസ് വേണമെങ്കിൽ അതിനനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. പേപ്പേഴ്സ് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് മേൽഭാഗത്ത് ഇതുപോലെ ഒന്ന് പശയൊന്ന് തേച്ച് വെക്കുക കേട്ടോ. ഇതൊന്ന് സെറ്റായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും, എന്നാലും കുഴപ്പമില്ല. നന്നായി ഉണങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ആ ടൈമിൽ ഇതിനാവശ്യമുള്ള ഫ്രണ്ട് പോർഷൻ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതുപോലുള്ള കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാസ്കിൻ ടേപ്പ് ഇല്ലെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഇടയിലൊരു ഗ്യാപ്പും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു കാർഡ്ബോർഡ് ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഒരു വലിയ പീസ് 16 or 17 റുപ്പീസാണ് വരുന്നത്. ഇതില്ലെങ്കിൽ നമുക്കൊരു നോർമലായിട്ടുള്ള കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മിക്കവാറും എന്തെങ്കിലും സമയമെടുത്ത് ചെയ്യുന്ന ക്രാഫ്റ്റ് ആയിരിക്കും അവസാനം ആകുമ്പോഴത്തേക്കും കൈയോടെ ഊരിപ്പോകുന്നത്. അത് സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ഒന്നിൽ കൂടുതൽ മാസ്കിൻ ടേപ്പ് ഇതുപോലെ ഒട്ടിച്ച് നോക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് വെള്ളവും ഫെവിക്കോളും കൂടി നന്നായി മിക്സ് ചെയ്യുക. ഈ കാർഡ്ബോർഡിൻ്റെ മേലെയായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പറിനെ സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 6-7 ലെയർ ഇതുപോലെ ഒന്ന് ഫെവിക്കോൾ തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ബുക്കായതുകൊണ്ട് നമുക്ക് കുറച്ചെണ്ണത്തിൽ ഒതുങ്ങും. കുറച്ച് വലിയ ബുക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ടിഷ്യൂ പേപ്പറിൻ്റെ അളവൊന്ന് കൂട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ കിട്ടുന്നൊരു ടെക്സ്ചർ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. എല്ലാം പിൻട്രസ്റ്റ് നോക്കി കോപ്പി അടിക്കുന്നതുകൊണ്ട് ഇതിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ടോട്ടലായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്സ്ചർ ആകെ കൂടി മാറിക്കിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പെയിൻറ്റ് അടിക്കുന്നില്ല കേട്ടോ. ഇവിടെ നമുക്ക് പേജ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ പെയിൻറ്റിൻ്റെ ആവശ്യമില്ല. ഇനി ഇതുപോലെ സെൻറ്ററിലും ഒന്ന് ഗം ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഓൾറെഡി ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ പേപ്പേഴ്സ് എടുത്തിട്ട് ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്ര ടഫുള്ള ക്രാഫ്റ്റ് ആണെങ്കിലും അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അത് ചെയ്ത് തീർക്കുന്നത് വരെ. പക്ഷേ അതിനെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനുള്ള അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇവിടെയും കുറച്ച് ടൈം ആവശ്യമുണ്ട്. ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ബ്ലാക്കിൽ എപ്പോഴും ഗോൾഡും സിൽവറും അട്രാക്റ്റീവ് ആയിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ഗോൾഡ് എടുത്തിട്ട് സൈഡും ഫ്രണ്ട് പോർഷനും എല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറ്റുന്ന ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ പെയിൻറ്റ് അടിക്കാനേ അറിയത്തുള്ളൂ, അല്ലാതെ ഇതുപോലെ ഓരോന്ന് വരയ്ക്കാൻ എനിക്ക് കിട്ടില്ല കേട്ടോ. നമ്മുടെ ഡോംസിൻ്റെ ബ്രഷ് പെൻ ഉണ്ടല്ലോ, അതിൽ സിൽവർ കളർ എടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഒന്ന് ബോർഡർ കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഞാൻ പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അറിയാത്ത പണിക്ക് നിന്നിട്ട് കുളവാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത ആ ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് പിന്നെ പെയിൻറ്റ് അടി തുടങ്ങിയത്. ഈ ഒരു ലോഗോ എവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലേസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ. പിന്നെ അതും കൂടി ഒന്ന് പെയിൻ്റ് അടിച്ച് കുളമാക്കി, എന്നിട്ട് അവസാനം അത് തുടച്ചും കൂടി കളഞ്ഞു കേട്ടോ. ഉദ്ദേശിച്ച പോലെ ബുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട.